ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ബൗഗെയിൻ വില്ലേജ് പ്ലാന്റ്സ് അഥവാ കടലാസ് പൂക്കളുടെ ഒരു ലോകത്തെക്കുറിച്ചാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കേട്ടോ. കാണാനും അറിയാനൊക്കെ പോകുന്നത് മിസ് വേൾഡ്, ഹവായി വൈറ്റ്, ബ്ലൂബെറി, ട്വിസ്റ്റർ റെഡ്, ബട്ടർഫ്ലൈ ടോർച്ച്, ചില്ലി ഐസ്ക്രീം, മദർ പ്ലാന്റ്, സൺറൈസ് വൈറ്റ്, പർപ്പിൾ ഫുൾ ഫ്ലവർ, മസൂരി പീച്ച്, ഫോക്സിറ്റൈൽ യെല്ലോ, ഷോ ഓറഞ്ച് എന്നിങ്ങനെ പല തരത്തിലുള്ള ഒരുപാട് വെറൈറ്റി കളക്ഷന് നമ്മുടെ ഈ വില്ലയിലുണ്ട് കേട്ടോ. ഫ്ലോറിഡ ഫ്ലവേഴ്സ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. ഷോപ്പ് ഇരിക്കുന്ന സ്ഥലം നമ്മുടെ നിലമ്പൂരിലെ ജനതപ്പടി എന്ന സ്ഥലത്താണ് ഈ ഷോപ്പുള്ളത് കേട്ടോ. ഒരുപാട് വെറൈറ്റി പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി, കണ്ണിനിങ്ങനെ ഇമ്പം കൊള്ളിക്കുന്ന പൂക്കൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്ര ഭംഗി, ഒരു മനസ്സിന് തന്നെ ഒരു സന്തോഷമാണ് അവിടേക്ക് എത്തുമ്പോൾ. അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ള പൂക്കളാണ്. പല പല റേറ്റിലാണ് ഈ പൂക്കൾ കൊടുക്കുന്നത്. 139, 185, 160, 275, 500, 600 എന്നൊക്കെ പല പല റേറ്റിലും ഉണ്ട് കേട്ടോ പൂക്കൾ. ഞാൻ ഈ തൊട്ട പൂവ് വേറെ ഒരു വെറൈറ്റിയാണ്, ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അതുകൊണ്ടാണ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയത്. പിന്നെ ഇവിടെ മീനുട്ടി ഇവിടെ കളിക്കുകയാണ്, ഒക്കെ നല്ല ഇഷ്ടമായിക്കണം അവിടെ ചെന്നിട്ട് കേട്ടോ. പിന്നെ ഇവിടെ വെറൈറ്റി ആയിട്ട് നല്ല തെങ്ങിൻ തൈകളുണ്ട്, പ്ലാവുണ്ട്, 1.5 വർഷം കൊണ്ട് കായ്ക്കണ പ്ലാവ്, അതേമാതിരി പേരക്ക, സപ്പോട്ട, അത്തിപ്പഴം, ചക്കപ്പഴം, അങ്ങനെ പലതരം റംബുട്ടാൻ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അവിടെ. അവിടുത്തെ ആൾ അതൊക്കെ കാണിച്ചു തന്നു നമുക്ക്, ഒരുപാട് വെറൈറ്റികളെ കുറിച്ച് കാണിച്ചു തന്നു. ഇതൊരു പഴയ വീടാണ് തോന്നുന്നു. അവിടെയാണ് ഇതൊരു ഇപ്പോൾ താമസക്കാരില്ലാത്തതുകൊണ്ട് ഇതൊരു പൂവൊക്കെ വെക്കണ ഷോപ്പാക്കി മാറ്റിയിരിക്കുകയാണ് അവർ. ഇതുണ്ടോ ആർച്ച് മാറി വെച്ചത് കണ്ടില്ലേ? അതിൻ്റെ പേര് പർപ്പിൾ ഫുൾ ഫ്ലവേഴ്സ് എന്നാണ്. ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു കടലാസ് ചെടിയാണ് കേട്ടോ അത്. പിന്നെ വെറൈറ്റി ആയിട്ട് അവിടെ കാണാനായിട്ട് കഴിഞ്ഞത് പലതരത്തിലെ കള്ളിമുൾ ചെടികളുണ്ട്. ചെറിയതുണ്ട്, അതേമാതിരി നല്ല വലുതായിട്ട് കാണുന്ന അങ്ങനത്തെ സൈസും ഉണ്ട്. ഇതാ കണ്ടോ, ഇതൊക്കെ വാഴത്തൈകളാണ്. റോബസ്റ്റും ഉണ്ട്, ഞാലിപ്പൂവനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി സ്നേക്ക് പ്ലാന്റ്, പല തരത്തിലെ സ്നേക്ക് പ്ലാന്റ് ഉണ്ട്. ചെറിയ തെങ്ങിൻ തൈകളുണ്ട്, നല്ല ഷോക്ക് വെക്കണത്. പിന്നെ ആമ്പൽ ചെടികൾ, താമര, പലതരം തെച്ചികൾ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് അവിടെ ഉണ്ട്. അവിടെ നമുക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാനുള്ള ഇതുണ്ട്. മൂപ്പര് അവിടുത്തെ കാക്ക നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ തന്നിട്ടുണ്ട്, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ തിരഞ്ഞെടുക്കാം. അങ്ങനെ പിന്നെ ചെടി ഉണ്ടാക്കാനുള്ള ചട്ടികൾ, അതിലേക്കുള്ള വെള്ളം ശരിയാക്കാനുള്ള പൈപ്പുകൾ, പിന്നെ മരുന്നടിക്കാനുള്ള പൈപ്പ്, അങ്ങനെ പല തരത്തിലുള്ള സാധനങ്ങളും അവിടെ തന്നെ ലഭിക്കും. എല്ലാ സാധനവും ഉണ്ട് അവിടെ കേട്ടോ. കണ്ടോ, ഇവിടെ ഒന്നും ഈ ഭാഗത്തൊന്നും ഫ്ലവേഴ്സ് അല്ലാത്ത ഷോ ഉള്ള ചെടികളാണ് കേട്ടോ ഇവിടെയൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ മണി പ്ലാന്റ്സിൻ്റെ പല ഐറ്റംസും ഉണ്ട്. ഇതാണ് ചട്ടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഏരിയ. അവിടെ അതേമാതിരി വീടിൻ്റെ ഉള്ളിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി ചെടികളുണ്ട്. പിന്നെ 2-3-4 തരത്തിലുള്ള ജമന്തി പൂക്കളുണ്ട്. അതൊക്കെ ചെറിയ കുഞ്ഞു തൈകളാണ്, പക്ഷേ ഒരുപാട് പൂക്കളുണ്ട്. ഇതാണ് പറഞ്ഞ കള്ളിമുൾ ചെടി കേട്ടോ. പല വെറൈറ്റീസ് ഉണ്ട്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഞാൻ കാണാത്ത തരത്തിൽ കുറേ ചെടികളുണ്ട്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈയും അവിടെ കൊടുത്തിട്ടോ, അവിടെ കാണാനായിട്ട് കഴിഞ്ഞു. ഇതൊക്കെ വീടിൻ്റെ ഉള്ളിൽ വെക്കണ ചെടികളാണെന്ന് തോന്നുന്നു.